കാരക്കോണം മെഡിക്കൽ കോഴക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ഇഡി CSI സഭാ മുൻ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലം അടക്കം 4 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം, സഭാ മുൻ സെക്രട്ടറി TT പ്രവീൺ എന്നിവരാണ് പ്രതികൾ. ഡാനി പോളുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഡാനി, മെഡിക്കൽ പ്രവേശനത്തിന് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി വിദേശത്തേക്ക് അടക്കം കടത്തി എന്നായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. ഇപ്പോൾ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? പാർവതി, ഇന്നലെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇഡി ഒരു അവസാനഘട്ട അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലുമെല്ലാം തന്നെയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കോളേജ് CSI സഭയുമായി ബന്ധപ്പെട്ട് തന്നെയും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. സഭാ മുൻ സെക്രട്ടറി TT പ്രവീണിനെയും അതോടൊപ്പം ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമിനെയും അവസാനവട്ട ചോദ്യം ചെയ്യലിനും കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 4 പ്രതികളാണ്. സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായി വന്നിരിക്കുന്നത്. അതോടൊപ്പം CSI സഭ മുൻ മോഡറേറ്റർ കൂടിയായ ബിഷപ്പ് ധർമ്മരാജ് റസാലം 2ാം പ്രതിയും, കോളേജ് ഡയറക്ടറായ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം 3ാം പ്രതിയും, സഭാ സെക്രട്ടറി TT പ്രവീൺ 4ാം പ്രതിയുമാണ് കേസിലുള്ളത്. തലവരി പണം വാങ്ങുകയും അത് വിദേശത്തേക്ക് കടത്തി എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇഡിയുടെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 95 ലക്ഷം രൂപയോളം ഇവർ നേരത്തെ നടത്തിയ പരിശോധനയിലടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. 24 വിദ്യാർത്ഥികളിൽ നിന്നായി മുൻകൂറായി പണം വാങ്ങിയിട്ട് അവർക്ക് പ്രവേശനം നൽകിയില്ല എന്നതായിരുന്നു ചൂണ്ടിക്കാണിച്ച വിദ്യാർത്ഥികൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തത്. നേരത്തെ ക്രൈംബ്രാഞ്ച് ഈ കേസിൽ അന്വേഷണം നടത്തിയെങ്കിൽ കൂടിയും ഇവരെ ഈ പ്രധാനപ്പെട്ട ആളുകളൊന്നും പ്രതിസ്ഥാനത്തേക്ക് വന്നിരുന്നില്ല. ഇതിനെ ഹൈക്കോടതി അടക്കം വിമർശിക്കുകയും ചെയ്തു. ഈ കുറ്റപത്രം റദ്ദ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇഡിയുടെ അന്വേഷണം സമാന്തരമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇത് കള്ളപ്പണം അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതടക്കം പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ കൂടിയായിരുന്നു. 25 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് ഓഡിറ്റിംഗിലടക്കം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇഡി അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ഇപ്പോൾ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. എറണാകുളം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കാരക്കോണം മെഡിക്കൽ കോഴക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇഡി. ബിഷപ്പ് ധർമ്മരാജ് റസാലം അടക്കം 4 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. വിവരങ്ങൾ നൽകിയത് ഡാനി പോൾ, കൊച്ചിയിൽ നിന്ന്.